ഹലോ, ഇന്ന് ആദുമോൻ്റെ ഒരു ഫുഡ് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കഞ്ഞിയാണ് അവൻ കുടിക്കുക അധികം. മറ്റൊന്നും അവനക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. തിന്നാനൊക്കെ തിന്നും, പക്ഷേ വയറ്റിലാവണമെന്നുണ്ടെങ്കിൽ കഞ്ഞി കൊടുക്കണം. എല്ലാം ടേസ്റ്റൊക്കെ ചെയ്യിപ്പിക്കും വരുമൊക്കെ, പക്ഷേ ഇത്തിരി കഞ്ഞി ആയിട്ട്. ഞാൻ വല്ലാണ്ട് രാത്രി ഫുഡ് കൊടുക്കില്ല, പാൽ തന്നെ കൊടുക്കൽ. അപ്പോൾ ഞാൻ കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ അതും ഭയങ്കര ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഇങ്ങനെ കുടിക്കില്ല. കുറച്ച് മുന്നേക്കാണെങ്കിൽ പെട്ടെന്ന് കുടിച്ചിരുന്നു. ബുദ്ധിയില്ലല്ലോ, ബുദ്ധി വെക്കും തോറും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, കൊടുത്താൽ ഇതാണ് അവസ്ഥ. പകുതി തുപ്പും, പകുതി വായക്ക്, പകുതി മുഖത്ത്, അങ്ങനെ എല്ലായിടത്തും ആവും. ഇതിങ്ങനെ ചിരിപ്പിച്ച് കളിപ്പിച്ച് മൈൻഡ് മാറ്റി കുടിപ്പിക്കണം. 1 മണിക്കൂർ മിനിമം പിടിക്കും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചൊയൊക്കെ ഉള്ള കറിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വേണം കുടിച്ചോളൂ. രാത്രി റൂമിലിട്ട് പൂട്ടിക്കാണ് കേട്ടോ, കാരണം അല്ലെങ്കിൽ എല്ലായിടത്തും നടന്ന് തിന്നും. അപ്പോൾ എല്ലായിടത്തും ചുറ്റും ചെയ്യും, തുപ്പും. കണ്ടോ ചിരിക്കണേ. അപ്പോൾ റൂമിലിട്ട് പൂട്ടിയാൽ പിന്നെ ആ ഒരു ഏരിയ മാത്രം നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റില്ല. ഞാൻ പുറത്ത് ഡോറിൻ്റെ അവിടെ പോയി നോക്കുന്നുണ്ട്. പിന്നെ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല ചൂടാട്ടോ ഇത്. രാത്രി നല്ല തല കൊണ്ട് വിയർത്തതാവുണ്ട്. കറണ്ടൊക്കെ പോയാൽ വിയർപ്പ് ഇങ്ങനെ ഒലിക്കും, തലയിൽ കൂടെ വെള്ളം പാർന്നാൽ മതി. ഉണ്ടാവും. കുടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. എത്ര ആക്കിയാലും കുടിക്കില്ല. അതെനിക്ക് ആ കയ്യിൽ വേണം. ആ കയ്യിലിന് ഓന് എന്താണ് തൊള്ളാവും തുറക്കില്ല. പക്ഷെ കയ്യിൽ കിട്ടിയാൽ ഓനക്കൊന്ന് അവിടെ ഇങ്ങനെ നന്നായിട്ട് കഞ്ഞിയൊക്കെ ചിന്തി ഇതാക്കി തുപ്പും. ഉണ്ടോ, തുപ്പൽ മെയിനാണ്. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൻ തുപ്പും. പിന്നെ ഞാൻ എരിയൊക്കെ എന്തെങ്കിലും തേച്ചാണ്ട് കൊടുക്കും. എരി മീൻസ് നമ്മളെ സാധാ കറി കിട്ടും. കാരണം ഞാൻ മോളൂസിന് അങ്ങനെ എരിയോ കറിയോ ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കറിയില്ല അന്ന് കറി കൊടുക്കണം, എല്ലാ കറിൻ്റെ ടേസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയില്ലേനി. അതുകൊണ്ട് ഇപ്പോൾ ഓൾക്ക് 6 വയസ്സായി. ഇപ്പോൾ ഓൾക്ക് അങ്ങനെ എരിയോ ഒന്നും അങ്ങനെ പറ്റില്ല. ഇപ്പോൾ ഓൾ തിന്നൽ തുടങ്ങിയിട്ടുള്ളൂ എരിവുള്ള സാധനങ്ങൾ. ആദ്യം 3-4 വയസ്സിൽ ഒരു എരിവും പറ്റില്ല. പക്ഷേ ആദമിനെ ഫസ്റ്റ് തന്നെ തിന്നൽ കൊടുക്കാൻ തുടങ്ങി അന്ന് തന്നെ എല്ലാതും ടേസ്റ്റ് ചെയ്യിപ്പിക്കും. അതൊരു മെയിൻ പോയിൻ്റായിട്ട് നമ്മളെ കുട്ടികളെ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ എല്ലാം മുതൽ നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. ഞാൻ അച്ചാറും കറിയും എല്ലാം മുതൽ എന്ത് ചെയ്യും, തൊള്ള വെച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ അപ്പം എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ എനിക്ക് കറി ഇല്ലാതെ എനിക്ക് കഞ്ഞി പോവില്ല. ഞാൻ കഞ്ഞിക്ക് കറി പാരില്ല. അങ്ങനെ ഇങ്ങനെ മറ്റേ സേക്ക് ഇങ്ങനെ കൊടുക്കണ്ടല്ലോ, സ്പൂൺ കൊണ്ട് എടുത്ത് അഥവാ കണ്ണിൽ നാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ മുഖമൊക്കെ പെട്ടെന്ന് തിരിക്കലില്ല, അങ്ങനെ കൊടുക്കലാണ്. ഭയങ്കര കളിയാണ് കേട്ടോ. അവൾക്ക് താത്താൻ്റെ ബുക്ക് ഉണ്ടായാൽ പിന്നെ അത് മതി. ബുക്കുമ്മ കളിക്കലും ഇതാവലും. ഇതൊരു ഇതാട്ടോ, ഒരു ടേബിൾ പോലെ നമുക്ക് ബെഞ്ച് വെക്കാം. എന്താ പറയുക, ഒരു ടേബിളിൻ്റെ ഇതുണ്ട്. അത് ഞാൻ ഊരി വെച്ചതാണ്. അപ്പം വീണ് പോയിട്ട് മെട്രോ മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്, കൊണ്ടോട്ടി. ഇത് മറ്റേ അവനിങ്ങനെ കടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷ് പോലെ സാധനം. അതിട്ട് അങ്ങനത്തെ സാധനം അവൻ തൊള്ളയിലിട്ട് ഉഷാറാക്കിക്കോളും. തിന്നാൻ കൊടുക്കുന്നത് എന്ത് ചെയ്യില്ല, തിന്നില്ല. എന്തൊരു റിസ്ക്കാണ് നിനക്കിപ്പോൾ തിന്നാൻ കൊടുക്കൽ. ഞാൻ എന്താ പറയുക, എനിക്ക് മടുത്ത് പോയി. ഈ തിന്നണ ചില മക്കളൊക്കെ പെട്ടെന്ന് തിന്നുമ്പോൾ ഞാൻ വിചാരിക്കും, പഠിച്ചോനെ എൻ്റെ കുട്ടികളൊക്കെ എന്നേക്കും ഒറ്റയ്ക്ക് വാരി വലിച്ച് തിന്നാൻ. അതൊരു സമാധാനമാണല്ലേ തിന്ന് പറയുമ്പോൾ. ഇതിങ്ങനെ തിന്ന് കാരണം ആക്കിയാൽ ഇതും കിട്ടില്ല. ഇതിപ്പോൾ ഉറങ്ങുന്ന ടൈം കഴിഞ്ഞിട്ടോ. ഇന്ന് ഉറപ്പാണ് ഓന് ഉറങ്ങൂല. ഓനിനി ആ ടൈമിൽ ഓൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ആ 8 മണി 8:15 ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഓനക്ക് 12:30 കണക്കാണ്. എൻ്റെ ഒരു ഉറക്ക് പോയി. കരയണുണ്ട്, പിടിക്കണുണ്ട്. കഞ്ഞി വേണ്ടാഞ്ഞിട്ടേ ഇന്ന് വൈകുന്നേരം കൊടുക്കാൻ കുറച്ച് വൈകി പോയി. അപ്പോൾ ഞാൻ രാത്രി കൊടുത്തതാണ്.